നമസ്കാരം. സ്പാർക്ക് ലേണിംഗ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CPO WCPO നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ BNSSനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സിലബസിൽ സെക്ഷൻ 35 മുതൽ 61 വരെ അറസ്റ്റിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അറസ്റ്റ് ഓഫ് പേഴ്സൺ, അതായത് അറസ്റ്റ് എന്ന നടപടിക്രമത്തിൽ BNSSുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം വരാൻ പോകും. അറസ്റ്റിലായിരിക്കും ഏറ്റവും കൂടുതൽ ചോദ്യം. 3 മാർക്കാണ് ആകെ വരാൻ പോകുന്നത്. അതിൽ 2 മാർക്കും മിക്കവാറും അറസ്റ്റ് തന്നെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷ. കാരണം മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ ഈ പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ട് എടുത്തു കഴിഞ്ഞാൽ അറസ്റ്റിനെ കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ക്ലാസ്സിൽ അറസ്റ്റ് സെക്ഷൻ 35 നന്നായിട്ട് പറയാൻ പോവുകയാണ്. നോക്കുക, പോലീസിന് എപ്പോൾ വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാം. അതായത് ഒരാളിനെ അറസ്റ്റ് ചെയ്യാൻ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ വിളിക്കുന്ന പേരാണ് വാറണ്ട്. അപ്പോൾ ആ വാറണ്ട് എന്ന ഉത്തരവില്ലാതെ നിങ്ങളെന്ന പോലീസുകാരന് എപ്പോഴാണ് ഒരാളിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്? ഇതാണ് നമ്മൾ സെക്ഷൻ 35 അങ്ങറ്റം ഇങ്ങറ്റം പറയാൻ പോകുന്നത്. നോക്കാം. സെക്ഷൻ 35 ക്ലോസ് 1 ഓരോന്നായിട്ട് നോക്കി വരാം. ശ്രദ്ധിക്കുക, ഒരു പോലീസ് ഉദ്യോഗസ്ഥന് മജിസ്ട്രേറ്റിൽ നിന്നുള്ള ഉത്തരവോ വാറന്റോ കൂടാതെ ഒരാൾ അറസ്റ്റ് ചെയ്യാവുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്നാണ് തൊട്ട് താഴെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ കാണുന്നതിൽ ഏത് സന്ദർഭം പ്രകാരമാണ് എന്നുള്ള ചോദിച്ചാൽ നോക്കുക, ഈ കാണുന്നത് A ആണ്. പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ ഒരു കൊഗ്നിസബിൾ കുറ്റം നടന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. നോക്കുക, കൊഗ്നിസബിൾ കുറ്റം നടന്നാൽ തന്നെ ആ വ്യക്തിയെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. ആ കുറ്റം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ ആ സമയത്ത് നടന്നു കഴിഞ്ഞാലോ ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? ആ സെക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഇത് പ്രകാരം അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത് പരിശോധിച്ച് നോക്കാം. പിഴയോടുകൂടിയോ അല്ലാതെയോ 7 വർഷം വരെ ആകാവുന്ന തടവ് ശിക്ഷ ലഭിക്കാവുന്ന കൊഗ്നിസബിൾ കുറ്റകൃത്യം ഒരാൾ ചെയ്തതായി വിശ്വസനീയമായ പരാതിയോ വിവരമോ ബലമായ സംശയമോ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വ്യക്തിയെ എന്ത് ചെയ്യാം? നമുക്ക് വാറന്റ് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിച്ചോ, BNS പ്രകാരം നമ്മൾ പഠിക്കുന്ന BNSS ആണ്. BNS പ്രകാരം 7 വർഷം വരെ ആകാവുന്ന തടവ് ശിക്ഷ, അത് ചില പിഴയോട് കൂടിയോ അല്ലാതെയോ എന്തോ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ മനസ്സിൽ 7 വർഷം ഒന്നും ഉണ്ടാവണം. അങ്ങനെ ഒരാൾ ചെയ്തു എന്ന് വിശ്വസനീയമായ പരാതി, ബലമായ സംശയം, വിവരം എന്നിവ ലഭിച്ചാൽ ധൈര്യമായിട്ട് എന്ത് ചെയ്യാം? ആളിനെ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. അടുത്ത് നോക്കുക, അപ്രകാരമുള്ള പരാതിയുടെയോ വിവരത്തിൻ്റെയോ സംശയത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള ആൾ പ്രസ്തുത കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥന് വിശ്വസിക്കുവാൻ കാരണമുണ്ടായിരിക്കുമ്പോൾ അറസ്റ്റ് ചെയ്യാം. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുകയാണ്, ആ സമയത്തൊരു കോള് വരുന്നു. ഇങ്ങനെ ഒരാളിനെ എന്ത് ചെയ്തു? കൊലപാതകം ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഒരാളിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഇതാണ് നിങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ. നമുക്ക് വാറണ്ട് ഇല്ലാതെ ഇയാളിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറ്റമല്ലേ? ഇത്രയും വലിപ്പമുള്ള കുറ്റമല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്? ഈ കുറ്റം നേരെ ഒരാളിൻ്റെ അടുത്തേക്ക് പോവാണ്. നമുക്ക് ആരാണോ വിളിച്ച് പറഞ്ഞ ആളിൻ്റെ അടുത്തേക്ക് പോവാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ആ ആളിൻ്റെ അടുത്ത് പറഞ്ഞ് ചെല്ലുമ്പോൾ നിങ്ങൾ കാണുന്ന കാഴ്ച എന്തായിരിക്കും? ആ മനുഷ്യൻ ഈ പറയുന്നത് പോലെ ഒന്നും ഉണ്ടായിരിക്കില്ല. ചിലപ്പോൾ ആൾ ഈ പറയുന്നത് പോലെ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ മറിച്ചൊരു സാഹചര്യം നോക്കി, നമ്മൾ നോക്കുമ്പോൾ ആ ആളിനെ എല്ലാവരും കൂടെ ചേർന്ന് പിടിച്ചു വെച്ചിരിക്കുകയാണ്. ആളാകെ വയലൻ്റ് ആണ്. ആ ആൾ ഒരാളിനെ എന്ത് ചെയ്യുന്നു? അടിച്ച് അവിടെ എന്ത് ചെയ്തു? കൊല്ലാറാക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ആ ഒരു വിശ്വസനീയ വിവരം നമുക്ക് എന്ത് ചെയ്തു? ബോധ്യപ്പെട്ടു. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഈ ആളിനെ അറസ്റ്റ് ചെയ്യാമെന്നാണ് ഈ സെക്ഷൻ പറയുന്നത്. അടുത്ത് നോക്ക്, ഒരു വ്യക്തി കൂടുതലായ ഏതെങ്കിലും കുറ്റം ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് അറസ്റ്റ് ചെയ്യാം. ഒരാളിനെ ഉപദ്രവിച്ചു, അടുത്ത ആളിനെ ഉപദ്രവിക്കാൻ പോവുകയാണ്, അടുത്ത ആളിനെ കൊല്ലാൻ പോവുകയാണ്, അടുത്ത് ഒരാളിൻ്റെ വസ്തുവിനോ അല്ലെങ്കിൽ ആ വ്യക്തിക്കോ എന്ത് ചെയ്തു? ഒരു ദോഷം ഉണ്ടാക്കി. ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ആളിനെ അറസ്റ്റ് ചെയ്യാം. അടുത്തത്, കുറ്റത്തെപ്പറ്റി വേണ്ട വിധത്തിലുള്ള അന്വേഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് അറസ്റ്റ് ചെയ്യാം. ഒരാളൊരു കുറ്റം ചെയ്തു, ആ കുറ്റം ഈ ആളിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമല്ല ഈ ആളിനോട് എന്തിനാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് കുറ്റം ചെയ്തത്, എന്താണ് ഇൻറ്റൻഷൻ എന്നൊക്കെ ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അറസ്റ്റ് ചെയ്യാം. അടുത്ത് പറയുന്നത്, കുറ്റാരോപിതനായ വ്യക്തി തെളിവ് നശിപ്പിക്കാനോ കൃത്രിമം കാണിക്കുമെന്നോ വെച്ചിട്ടായിരിക്കും. അതായത് ഒരാളിനെ നമ്മൾ അറസ്റ്റ് ചെയ്തു, ആ അറസ്റ്റ് ചെയ്ത ആൾ നോക്കുക,
ആ ആള് ചിലപ്പോൾ കുറ്റകൃത്യം ചെയ്തത് പെട്ടെന്നുണ്ടായ ഒരു പെട്ടെന്നുണ്ടായ ഒരു റിയാക്ഷൻ്റെ ഭാഗമായിട്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നീട് ചിലപ്പോൾ ആൾ മദ്യപിച്ച് ആ സമയത്ത് പറ്റിപ്പോയതാണ്. എന്നാൽ പിന്നീട് ഈ ആളിനെ അറസ്റ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആ ആൾ അവിടെ ചെന്ന് തെളിവ് നശിപ്പിക്കാനോ, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു കൊലപാതകം നടന്നു അല്ലെങ്കിൽ എന്തെങ്കിലും നടന്നു, അപ്പോൾ ഒരു കുറച്ച് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ മാറ്റുകയോ അല്ല എങ്കിൽ അവിടെ കുറച്ച് മുളക് പൊടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കൊണ്ടുവന്ന് വിതറുകയോ ചെയ്ത് കഴിഞ്ഞാൽ മണം പിടിക്കുന്ന നായ, സ്നിഫർ ഡോഗ്, അതിനെ എന്ത് ചെയ്യാൻ പറ്റും? തെറ്റിക്കാൻ പറ്റൂലേ? അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇങ്ങനെ ഒരാളിന് എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതങ്ങനെ ഉണ്ടാവാതിരിക്കാൻ, തെളിവ് നശിപ്പിക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരാളിനെ അറസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അടുത്ത് നോക്കുക, കേസുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകൾ അറിയാവുന്ന ഏതെങ്കിലും വ്യക്തിയെ കോടതി മുന്നാകെ എത്തുന്നതിന് മുമ്പ് സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ആളിനെ അറസ്റ്റ് ചെയ്യാം. ഒരാൾ അറസ്റ്റ് ചെയ്തു, ആ ആൾ അറസ്റ്റ് ചെയ്താൽ നമ്മൾ വിടുകയാണെന്ന് വിചാരിക്കുക. ഈ ആൾ ചെന്ന് അടുത്ത ഒരാൾ, അതായത് കേസിൻ്റെ വസ്തുത അറിയാവുന്ന ഒരാളിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചാൽ എന്ത് ചെയ്യും? അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ആവശ്യമായ സമയത്ത് ആ വ്യക്തിയെ കോടതിയിൽ ഹാജരാക്കാൻ കഴിയാതെ വരുമെന്ന് കണ്ടാൽ വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതായത് ഒരാളിനെ നമ്മൾ സംശയകരമായ സാഹചര്യത്തിൽ, അതായത് ആൾ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് സംശയമാണെന്ന് വിചാരിക്കുക. നമ്മൾ വിചാരിക്കുകയാണ് ഈ ആളിനെ കുറച്ച് നാളൂടെ കഴിഞ്ഞ് നമുക്ക് അറസ്റ്റ് ചെയ്യാം. എന്നാൽ ഈ ആൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടി എങ്ങോട്ടെങ്കിലും ഒളിച്ചു പോവുകയാണെന്ന് വിചാരിക്കുക. നമുക്ക് ഈ ആളിനെ കോടതിയിൽ ഹാജരാക്കാൻ പിന്നെ കിട്ടുമോ? ഇല്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ആളിനെ എന്ത് ചെയ്യാൻ പറ്റും? അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്ത് നോക്കുക, 7 വർഷത്തിലധികം തടവ് ശിക്ഷയോ വധശിക്ഷയോ നൽകി ശിക്ഷിക്കാവുന്ന കൊഗ്നസബിൾ കുറ്റം ഒരു വ്യക്തി ചെയ്തതായി ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വിശ്വസനീയമായ വിവരം ലഭിച്ചാൽ ആ ആളിനെ എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഈ സെക്ഷൻ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ മാറ്റമുള്ള എന്താണെന്ന് ചോദിച്ചാൽ ആ തടവ് ശിക്ഷയോ വധശിക്ഷയോ നൽകി, കണ്ടോ, ഇതാണ് ഈ ടേം. വധശിക്ഷയോ നൽകി ശിക്ഷിക്കാവുന്ന കൊഗ്നസബിൾ കുറ്റം ഒരു വ്യക്തി ചെയ്തതായി ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വിശ്വസനീയമായിട്ടുള്ള വിവരം ലഭിച്ചാൽ എന്ത് ചെയ്യാം? ആളിനെ അറസ്റ്റ് ചെയ്യാം. അടുത്ത് നോക്കിക്കോ, BNSS പ്രകാരമോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് വഴിയോ ഒരാൾ കുറ്റക്കാരനാണെന്ന് വിളംബരം ചെയ്യപ്പെട്ടിരിക്കുമ്പോൾ ആ ആളിനെ നമുക്ക് എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കണ്ടിട്ടില്ലേ ഗവൺമെൻറ് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നത് അല്ലേ? അപ്പോൾ BNSS പ്രകാരമുള്ളതോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്ന എന്തിനെ കുറിച്ചാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ഒരു വ്യക്തിയെക്കുറിച്ചാണെങ്കിൽ ഒരു പോലീസുകാരന് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. അതേപോലെ കളവ് മുതലാണെന്ന് സംശയിക്കപ്പെടുന്ന ഏതെങ്കിലും വസ്തു ഒരാളുടെ കൈവശത്ത് നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇയാളിനെ എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കത് കണ്ടന്റ് മനസ്സിലായോ എന്താണെന്ന്? നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിങ്ങളിങ്ങനെ രാത്രി പെട്രോളിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ അവിടെ നിൽക്കുന്നു, ആളിനെ വിളിച്ച് ചോദ്യം ചെയ്തു, ആളിൻ്റെ ഒരു കവറുണ്ട്, നിങ്ങൾ കവറെടുത്ത് നോക്കി കുറേ സ്വർണ്ണാഭരണങ്ങളും പണമായിട്ടൊക്കെ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ട് ഇയാളുടെ പാതിരാത്രിക്ക് എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇയാളുടെ ചോദിക്കുമ്പോൾ ഇയാളുടെ ഭാര്യയുടെ സ്വർണ്ണമാണെന്ന് പറയും. വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇതിൻ്റെ സോഴ്സ് അന്വേഷിച്ചറിഞ്ഞിട്ട് നമുക്ക് ഇയാളിനെ എന്ത് ചെയ്യാം? വിടാം. ഇല്ലെങ്കിൽ നമുക്ക് ഇയാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള എന്തുണ്ട്? അധികാരമുണ്ട്. അടുത്ത് നോക്കുക, ഒരാൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കർത്തവ്യ നിർവഹണത്തിൽ തടസ്സപ്പെടുത്തുകയോ നിയമപരമായിട്ടുള്ള കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആളിനെ അറസ്റ്റ് ചെയ്യാമെന്നാണ്. നിങ്ങൾ നോക്കുമ്പോൾ ഒരു പോലീസുകാരൻ ഒരാളിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണെന്ന് വിചാരിക്കുക. ഈ ആൾ നമ്മളെ കൂട്ടുകാരനാണ്, നമ്മൾ വണ്ടിയിൽ ഇയാളുടെ പുറകെ പോവുകയാണ്. പോയിട്ട് ഒരു ഹമ്പ് എത്തുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു ജംഗ്ഷൻ എത്തുമ്പോഴത്തേക്ക് അളി ആ ചാടിക്കോ എന്ന് പറയരുത്. കാരണം ഈ ആൾ വന്ന് നമ്മളെ വണ്ടിയിൽ അങ്ങനെ കയറി കഴിഞ്ഞാൽ നമ്മളും തൂങ്ങും, ആരും തൂങ്ങും? ഈ കൊണ്ടുപോകുന്ന ആളും തൂങ്ങും. അപ്പം മൊത്തത്തിൽ കുഴപ്പമായിരിക്കും. ഇതിനെയാണ് പറഞ്ഞത് പോലീസിൻ്റെ കർത്തവ്യ നിർവഹണം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? പോലീസിൻ്റെ ഡ്യൂട്ടിയെ തടസ്സപ്പെടുത്തരുത്. ആളിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. അടുത്ത കസ്റ്റഡിയിലുള്ള ഒരാളിനെ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ സഹായിക്കരുത്. കസ്റ്റഡിയിലുള്ള ആൾക്കാർ രക്ഷപ്പെടുകയും ചെയ്യരുത്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസുകാർക്ക് എന്ത് ചെയ്യാം? വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത് നോക്കുക, ഒരാൾ ഇന്ത്യയിലെ ഏതെങ്കിലും സായുധ സേനയിൽ നിന്ന് ഒളിച്ചോടിപ്പോയ ആർമി, നേവി, എയർഫോഴ്സ്, CRPF, CISF, BSF, ITBP, ആസാ റൈഫിൾസ് ഇങ്ങനെ തുടങ്ങി അതായത് കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെ ഏത് സായുധ സേന എടുത്താൽ നോക്കിക്കോണം, അവിടെ നിന്ന് എവിടെന്നെങ്കിലും ഒളിച്ചോടിപ്പോയ ആളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അങ്ങനെ ആരെങ്കിലും ഒളിച്ചോടി പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നിങ്ങളുടെ പോലീസുകാരുടെ ഗ്രൂപ്പിലോ കമ്മ്യൂണിറ്റി ആയിട്ടൊക്കെ വരും കേട്ടോ.
അപ്പോൾ അതിനകത്തു നിന്നുള്ള ഒരാളിനെ നിങ്ങൾക്ക് എവിടെയെങ്കിലും വെച്ച് കണ്ടു, ഞാൻ ഇന്നയാളെ കണ്ടതെന്ന് സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ആളിനെ എന്ത് ചെയ്യുക, നമുക്ക് അറസ്റ്റ് ചെയ്യാവുന്നതാണെന്നാണ്. അടുത്ത് നോക്കുക, ഒരാൾ ഇന്ത്യയിൽ വെച്ച് ചെയ്തിരുന്നുവെങ്കിൽ ശിക്ഷിക്കപ്പെടാവുന്ന ഒരു കുറ്റം ഇന്ത്യക്ക് പുറത്ത് വെച്ച് ചെയ്യുന്നു. ഇവിടെ വെച്ച് ഒരാളൊരു കുറ്റം ചെയ്തു, ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ വെച്ച് ബലാത്സംഗം ചെയ്ത് കഴിഞ്ഞാൽ കുറ്റമാണല്ലോ. ഇതേ കുറ്റം ഇന്ത്യക്ക് പുറത്ത് ചെയ്തിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ആളിനെ അറസ്റ്റ് ചെയ്യാം. അടുത്ത കാര്യം പറയുന്നതാണ്, മോചിപ്പിക്കപ്പെട്ട കുറ്റവാളി 394 5ാം ഉപവകുപ്പിന് കീഴിൽ ഉണ്ടാക്കപ്പെട്ട ഏതെങ്കിലും ചട്ടം ലംഘിച്ചാലെന്നാണ്. അതായത് 394 എന്താണെന്ന് ചോദിച്ചാൽ, ഒരാൾ ശിക്ഷിക്കപ്പെടുന്ന കുറ്റകൃത്യത്തിൻ്റെ തീവ്രത അനുസരിച്ച് ആ ആളിനെ ചിലപ്പോൾ എന്ത് ചെയ്യും, 5ാമത്തെ ഉപവകുപ്പ് അനുസരിച്ചാണെങ്കിൽ ഈ ആളിൻ്റെ താമസ സ്ഥലം ചിലപ്പോൾ മാറ്റേണ്ടി വരും. ഈ ആളിനെ അതായത് നാട് കടത്തും. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഈ പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഈ ജില്ലയിൽ കയറരുത് എന്നായിരിക്കും ഈ ആളിനോട് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ആളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നമ്മൾ ആ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കുറേ സെക്ഷനുകൾ, കുറേ ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ആ ആളിനെ നമുക്ക് എന്ത് ചെയ്യാം, ആ സ്പോട്ടിൽ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. ഇനി അപ്പോൾ നോക്കിക്കോളണം, ഈ 394 ആണ് കേട്ടോ, ഇത് കറക്റ്റായിട്ട് നോക്കുക. അടുത്തത്, ഒരു വ്യക്തിയുടെ അറസ്റ്റിനായി മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് രേഖാമൂലമോ വാക്കാലോ എന്തെങ്കിലും അഭ്യർത്ഥന അഥവാ റിക്വസിഷൻ എന്നുള്ളത് വേർഡ് അറിഞ്ഞിരിക്കുക. അതായത് ഒരു പോലീസുകാരൻ ഒരാളിനെ, അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ അധികാര പരിധിയിലില്ലാത്തൊരു പോലീസ് സ്റ്റേഷൻ ആയിരിക്കാം, മറ്റൊരു പോലീസ് സ്റ്റേഷനിലുള്ള SHOയുടെ അടുത്തോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പറയാണ് ഇന്നയാളിനെ അറസ്റ്റ് ചെയ്യണം എന്ന് വാക്കാലോ രേഖാമൂലം എഴുതിയോ എന്ത് കൊടുത്താൽ, ഒരു അഭ്യർത്ഥന കൊടുത്താൽ ഈ ആളിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറസ്റ്റ് ചെയ്യാം. മറന്നു പോകരുത്, പ്രധാനപ്പെട്ട ഒന്നാണ്. റിക്വസിഷൻ എന്നാണ്, അഭ്യർത്ഥന എന്നാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് സെക്ഷൻ 35 ക്ലോസ് 2 നോക്കിക്കോണേ. 39ാം വകുപ്പ് BNSSലെ 39ാം വകുപ്പാണ് കേട്ടോ. നോക്ക്, ഇതിൻ്റെ വ്യവസ്ഥകൾക്ക് വിധേയമായി നോൺ കോഗ്നസബിൾ കുറ്റവുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ അപ്രകാരം ബന്ധപ്പെട്ടതായി പരാതിപ്പെടുകയോ വിശ്വസനീയമായ വിവരം ലഭിക്കുകയോ ന്യായമായ സംശയം നിലനിൽക്കുകയോ ചെയ്യുന്ന ഏതൊരാളെയും മജിസ്ട്രേറ്റിൻ്റെ വാറണ്ടോ ഉത്തരവോ കൂടാതെ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളതല്ല. നോക്കിക്കോണം, അറസ്റ്റ് ചെയ്യാൻ പാടുള്ളതല്ല. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇത്രയും സമയം പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്യാമെന്നാണ്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളതല്ല കേട്ടോ. ഇത് കണക്ഷൻ ഇത്രയേ ഉള്ളൂ. ഒരു നോൺ കോഗ്നസബിൾ കുറ്റമാണ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നോൺ കോഗ്നസബിൾ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമല്ലോ. എന്താ പറഞ്ഞത്, ഒരു വാറണ്ടോട് കൂടി മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ കോഗ്നസബിൾ വാറണ്ട് ഇല്ലാതെ, മറ്റത് വാറണ്ടോട് കൂടി. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 39 എന്താണെന്ന് ചോദിച്ചാൽ അത് BNSSനകത്ത് പേരും അഡ്രസ്സും ഒരാളെ തെറ്റായിട്ട് പറഞ്ഞു കൊടുക്കുകയോ പറഞ്ഞു കൊടുക്കാൻ വിസമ്മതിച്ചാലോ അത് ആരാണെന്നറിയാൻ പോലീസിന് ഇയാളിനെ എന്ത് ചെയ്യാം, അറസ്റ്റ് ചെയ്യാം. നമ്മൾ 35 പഠിക്കുന്നേ ഉള്ളൂ, 39 നമ്മൾ എന്ത് ചെയ്യും, ഉടനെ പഠിക്കും. ഇതാണ് ഏത്, സെക്ഷൻ 39 BNSS ആണ്, മാറിപ്പോവരുത്. അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. അടുത്ത് നോക്കുക, സെക്ഷൻ 35 ക്ലോസ് 3 ശ്രദ്ധിക്കേണ്ടത്. ഒരാളുടെ കോഗ്നസബിൾ കുറ്റം ചെയ്തതായി ന്യായമായ സംശയം നിലനിൽക്കുകയും എന്നാൽ അയാൾ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിൽ പോലീസുകാരന് ആ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകാനുള്ള നോട്ടീസ് അയാൾക്ക് നൽകാവുന്നതാണ്. അതായത് ഒരാൾ ഒരു കുറ്റം ചെയ്തു എന്ന് ഒരു പോലീസുകാരന് സംശയമുണ്ട്, ഈ ആൾ കുറ്റം ചെയ്തു, പക്ഷേ ഈ ആളിനെ നമുക്ക് അറസ്റ്റ് ചെയ്യാനുള്ള കാരണങ്ങളില്ല. സംശയമുണ്ട് കേട്ടോ, പക്ഷെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണമില്ല, പ്രത്യേകിച്ച് എഴുതി പറയാനുള്ള കാരണമില്ല. ഇന്നയാൾ ഇന്ന സമയത്ത് അവിടെ പോയിരുന്നു, അതിന് തെളിവില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിന് സ്പെസിഫിക്കേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, അത് റിട്ടൺ ആയിട്ട് എഴുതാൻ പറ്റുന്നില്ല എന്ന് കാണുകയാണെങ്കിൽ നോക്കുക, ആ ആളിനെ ചോദ്യം ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോട്ടീസ് അയക്കാം. ഇയാൾ പോലീസുകാരന് മുമ്പിൽ ഹാജരാകാനുള്ള നോട്ടീസ് ആർക്ക് അയക്കാവുന്നതാണ്, അതൊരു പോലീസുകാരന് അയക്കാവുന്നതാണ് എന്നും പറയുന്നുണ്ട്. സെക്ഷൻ 35 ക്ലോസ് 4 ഏതെങ്കിലും വ്യക്തി അങ്ങനെ ഒരു നോട്ടീസ് ലഭിച്ചാൽ ആ നോട്ടീസിലെ നിബന്ധനകൾ പാലിക്കാൻ ആ വ്യക്തി ബാധ്യസ്ഥനാണ്. ഇതാണ് അടുത്ത ഭാഗം. സെക്ഷൻ 35 ക്ലോസ് 5 നോക്കുക. ഒരു വ്യക്തി നോട്ടീസ് അനുസരിക്കുകയും അയാൾ തെളിവുകളൊന്നും ഇല്ല എങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നും, നോട്ടീസ് നൽകപ്പെട്ട വ്യക്തി നോട്ടീസ് അനുസരിക്കുകയും എന്നാൽ അയാളെ അറസ്റ്റ് ചെയ്തേ മതിയാകൂ രേഖപ്പെടുത്തേണ്ട കാരണങ്ങളാൽ എന്ന് പോലീസ് ഉദ്യോഗസ്ഥന് അഭിപ്രായവുമുണ്ടെങ്കിൽ അയാളെ എന്ത് ചെയ്യാം, അറസ്റ്റ് ചെയ്യാവുന്നതാണ് എന്നും സെക്ഷൻ 35 എന്ത് ചെയ്യുന്നുണ്ട്,
പറയുന്നുണ്ട്. നോക്കിക്കേ, ഒരു വ്യക്തി നോട്ടീസ് അനുസരിക്കുകയും അയാൾക്കെതിരെ തെളിവുകളൊന്നും ഇല്ലെങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം വിളിച്ചിരുത്തി ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളി ഒന്നും ചെയ്തിട്ടില്ല, നമുക്ക് ബോധ്യപ്പെട്ടു. അപ്പോഴേ എന്ത് ചെയ്യുക, ആളിനെ എന്ത് ചെയ്യുക, അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ എന്ത് ചെയ്തു, വിട്ടുന്നു. നോട്ടീസ് നൽകപ്പെട്ട് നോട്ടീസ് അനുസരിക്കുകയും എന്നാൽ അയാളെ അറസ്റ്റ് ചെയ്തേ മതിയാകൂ. ഞാൻ പറഞ്ഞു, എഴുതി രേഖപ്പെടുത്തേണ്ട കാരണങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആളിനെ എന്ത് ചെയ്യുക, നമുക്ക് ആളിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്ന് പറയുക. അടുത്ത സെക്ഷൻ 35 ക്ലോസ് 6 നോക്കുക. നോട്ടീസ് നൽകപ്പെട്ട വ്യക്തി നോട്ടീസിലെ നിബന്ധനകൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുകയോ അതിൻ്റെ തിരിച്ചറിയൽ വിവരങ്ങൾ നൽകാതിരിക്കുകയോ ചെയ്യുന്ന പക്ഷം പോലീസിന് അയാളെ അറസ്റ്റ് ചെയ്യാം. നിങ്ങൾ സംശയം തോന്നിയ ആളിന് നോട്ടീസ് കൊടുത്തു, പുള്ളി വന്നില്ല, നോട്ടീസ് പ്രകാരം പുള്ളി വന്നില്ല, നോട്ടീസ് കൈപ്പറ്റിയില്ല, നോട്ടീസ് കൈപ്പറ്റി വന്നിരുന്ന് പറഞ്ഞത് മൊത്തം പച്ചക്കള്ളമാണെന്ന് വിചാരിക്കുക. അല്ല എങ്കിൽ ഇയാളിൻ്റെ ഐഡൻറ്റിറ്റി, പേരോ അഡ്രസ്സോ മാറ്റി പറയുകയോ തെറ്റായി കൊടുക്കുകയോ പറയാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇയാളിനെ അറസ്റ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. സെക്ഷൻ 35 ക്ലോസ് 7 നോക്കിക്കോളണം. ഡെപ്യൂട്ടി സൂപ്രണ്ട് റാങ്കിലോ അതിന് മുകളിലുള്ള പോലീസ് മേധാവിയുടെ മുൻകൂർ അനുമതി മേടിക്കാതെ 3 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാൻ ഇടയുള്ള കുറ്റകൃത്യം ചെയ്തതോ രോഗബാധിതനായ വ്യക്തിയെയോ അല്ലെങ്കിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തിയെയോ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. കണ്ടന്റ് ശരിക്കും കേട്ടോളണം. ഇവിടെ നമുക്ക് നോക്ക്, ഇവിടെ 3 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം എന്ന് വെച്ചാൽ മനസ്സിലായോ? അതായത് അത് എന്താണെങ്കിലും വലിപ്പമുള്ള കുറ്റങ്ങളായിരിക്കില്ല, വളരെ വലിപ്പമുള്ള കുറ്റമല്ല. കാര്യം 7 വർഷമല്ല, വധശിക്ഷയല്ല, ജീവപര്യന്തമല്ല. അപ്പോൾ 3 വർഷത്തിൽ താഴെ എന്ന് വെച്ചാൽ കണക്ക് പ്രകാരം കുറ്റകൃത്യങ്ങളിൽ കുറച്ചുകൂടെ ചെറിയ കുറ്റങ്ങളായിരിക്കും. ആ കുറ്റകൃത്യം ചെയ്ത ഒരാളിനെ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറയുമ്പോഴത്തേക്ക് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തിയാണെങ്കിൽ അറസ്റ്റ് ചെയ്യരുതെന്നല്ല കേട്ടോ. നോക്കുക, ആ വ്യക്തി ഒരു രോഗബാധിതനോ ആണെങ്കിൽ DYSP റാങ്ക്, നോക്ക്, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് എന്ന് വെച്ചാൽ DYSP റാങ്ക് അല്ല, DYSP റാങ്കിലോ അതിന് മുകളിലുള്ള പോലീസ് മേധാവിയുടെ മുൻകൂർ അനുമതി എന്ത് ചെയ്യണം, മേടിച്ചതിന് ശേഷം മാത്രമേ ഇയാളിനെ എന്ത് ചെയ്യാവൂ, അറസ്റ്റ് ചെയ്യാവൂ എന്ന് വ്യക്തമായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പോൾ സെക്ഷൻ 35 അത്യാവശ്യം വലിപ്പമുള്ളതാണ്. സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗമാണ് 35 മുതൽ 61 വരെ അറസ്റ്റാണ്. നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് 36. ഫ്രണ്ടിൻ്റെ അടുത്ത് പോട്ടാ, കട്ട് ചെയ്യുന്ന. സെക്ഷൻ 36 നാം നോക്കുക. അറസ്റ്റിന്റെ നടപടിക്രമവും അറസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥന്റെ കർത്തവ്യങ്ങളുമാണ്. ഇപ്പം നമ്മൾ 35 പഠിച്ച എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ, വാറണ്ടില്ലാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എങ്ങനെ അറസ്റ്റ് ചെയ്യാം. സെക്ഷൻ 36 അറസ്റ്റിന്റെ നടപടിക്രമവും അറസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥന്റെ കർത്തവ്യങ്ങളുമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നോക്കുക, അനായാസം തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ ഒരു നെയിം പ്ലേറ്റ് എന്ത് ചെയ്യണം, ധരിച്ചിരിക്കണം. അതായത് ഇപ്പോൾ ഒരു പോലീസുകാരൻ ഒരാളിനെ അറസ്റ്റ് ചെയ്യാൻ പോയി, യൂണിഫോമിലാണ് പോയത്, അയാൾ പോലീസാണെന്ന് അവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ നെയിം പ്ലേറ്റ് ധരിച്ചാൽ മാത്രമേ ആളിൻ്റെ പേരെന്താണ്, അപ്പോൾ ഇന്ന ആൾ CPO രതീഷ് അറസ്റ്റ് ചെയ്തു, CPO ബിനു അറസ്റ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റുന്നത് ഇതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഒരാളിനെ അനായാസേന തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ പോലീസ് എന്ത് ചെയ്യണം, യൂണിഫോമിലായിരിക്കുമ്പോൾ നെയിം പ്ലേറ്റ് ധരിച്ചാണ് പോകാറുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇനി അടുത്തത്, ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു അറസ്റ്റ് മെമ്മോറാണ്ടം തയ്യാറാക്കേണ്ടതാണ്. അറസ്റ്റ് മെമ്മോറാണ്ടം എന്ന് പറഞ്ഞാൽ എന്താ, അറസ്റ്റ് നടന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സാക്ഷ്യപത്രമാണ്. അത് നമുക്കത് എങ്ങനെ പറയാം, അതൊരു പേപ്പറാക്കി എടുത്തു കഴിഞ്ഞാൽ ഇന്ന ആളിനെ ഇന്ന പേരുള്ള ഇന്ന ആളിൻ്റെ മകനായിട്ടുള്ള ഇത്ര വയസ്സുള്ള ഇന്ന തൊഴിൽ ചെയ്തു പോകുന്ന ഇന്ന അഡ്രസ്സിലുള്ള ആളിനെ ഇത്ര നമ്പർ കുറ്റമായിട്ട് ബന്ധപ്പെട്ട് പരാതിയായിട്ട് ബന്ധപ്പെട്ട് ഇന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സെക്ഷനുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നിർദ്ദേശപ്രകാരം ഇന്ന പോലീസുകാരനായ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് എഴുതി രേഖപ്പെടുത്തിയായിരിക്കും ഈ അറസ്റ്റ് മെമ്മോറാണ്ടം തയ്യാറാക്കുന്നത്. അത് തയ്യാറാക്കേണ്ടതാണ് എന്നാണ് വ്യക്തമായിട്ട് ഇവിടെ സെക്ഷൻ 36B ആയിട്ട് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് മറന്നു പോരുത്. മെമ്മോറാണ്ടം എപ്പോഴും മനസ്സിൽ വെക്കേണ്ട സെക്ഷൻ 36 മെമ്മോറാണ്ടം വരുന്നത്. നെയിം പ്ലേറ്റ് വരുന്നതൊക്കെ 36. പ്രസ്തുത മെമ്മോറാണ്ടം അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിലെ അംഗമോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സ്ഥലത്തെ പ്രദേശവാസിയും മാന്യനുമായൊരു വ്യക്തിയെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തേണ്ടതാണ്. അതായത് ബന്ധുവിനെയോ സുഹൃത്തിനെയോ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സാക്ഷ്യപ്പെടുത്താം. അതായത് ആൾ അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, നമുക്ക് അതിനകത്ത് അടയാളപ്പെടുത്താം. പക്ഷെ ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ പ്രദേശവാസിയായിട്ടുള്ള
ഒരു മാന്യനായിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള ഒരു വ്യക്തിയെ കൊണ്ടുകൂടി സാക്ഷ്യപ്പെടുത്തണമെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്നത് മെമ്മോറാണ്ടം അറസ്റ്റ് ചെയ്യപ്പെട്ട ആളിനെ കൊണ്ടുകൂടി ഒപ്പിടിക്കണം. മെമ്മോറാണ്ടം അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ കൊണ്ട് ഒപ്പിടിക്കേണ്ട സെക്ഷനും കൂടി നമ്മൾ ഇതിനകത്ത് തന്നെ ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്കൊരാളിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾ നെയിം പ്ലേറ്റ് തെളിച്ചിരിക്കണം. അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അറസ്റ്റ് മെമ്മോറാണ്ടം തയ്യാറാക്കിയിരിക്കേണ്ടത് ഈ പോലീസ് ഉദ്യോഗസ്ഥന് ഉറപ്പായിട്ടും സൈൻ ചെയ്തിരിക്കണം. അതേപോലെ ആ ആളിനെ കൊണ്ട്, അതായത് അറസ്റ്റ് ചെയ്ത ആളിനെ കൊണ്ട് സൈൻ ചെയ്തിരിക്കണം. അതേപോലെ ആ അറസ്റ്റ് ചെയ്ത ആളിൻ്റെ ബന്ധുവിനെയോ സുഹൃത്തിനെയോ മറ്റാരെങ്കിലും കൊണ്ട് എന്ത് ചെയ്യണം, അതിനകത്ത് സൈൻ ചെയ്തിരിക്കണമെന്ന് വ്യക്തമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. അതിനുശേഷം മെമ്മോറാണ്ടം സാക്ഷ്യപ്പെടുത്തുന്നതിന് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിലെ ഒരു അംഗമല്ല എങ്കിൽ തൻ്റെ അറസ്റ്റിനെ പറ്റി അയാൾ നിർദ്ദേശിക്കുന്ന ഒരു ബന്ധുവിനെയോ സുഹൃത്തിനെയോ ഏതെങ്കിലും ഒരു വ്യക്തിയോ അറിയിക്കുന്നത് അയാൾക്ക് അവകാശമുണ്ടെന്ന് ആ വ്യക്തി അറസ്റ്റ് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അറിയിക്കേണ്ടതാണ് എന്നും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അതായത് മെമ്മോറാണ്ടം സാക്ഷ്യപ്പെടുത്തുന്ന അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിലെ ഒരു അംഗമല്ല എങ്കിൽ, ചിലപ്പോൾ ഒരു സുഹൃത്തായിരിക്കാം, അല്ല എങ്കിൽ ചിലപ്പം വേറെ ഒരു ബഹുമാനനായ വ്യക്തിയാണെന്ന് പറഞ്ഞല്ലോ, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും വ്യക്തിയെ ആ അറസ്റ്റിനെ കുറിച്ച് അറിയിക്കാൻ ഈ വ്യക്തിക്ക് അവകാശമുണ്ട്, അറസ്റ്റ് ചെയ്ത ആളിന് അവകാശമുണ്ടെന്ന് പോലീസുകാരൻ പറയണമെന്ന് കൂടി ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. നോക്ക് 37, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് കേട്ടോ. അത് ഇങ്ങനെയാണ്: ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസർ. ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം: നിയുക്തനായ പോലീസ് ഉദ്യോഗസ്ഥൻ. നിയുക്തനായ പോലീസ് ഉദ്യോഗസ്ഥൻ. അതായത് ഇതിനകത്ത് വളരെ എളുപ്പമുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഓരോ ജില്ലയിലും സംസ്ഥാന തലത്തിലും ഒരു പോലീസ് കൺട്രോൾ റൂം സ്ഥാപിക്കേണ്ടതാണ്. കേരള പോലീസിനൊക്കെ ഇഷ്ടം പോലെ ആവശ്യത്തിലധികമുള്ള കൺട്രോൾ റൂമുണ്ട്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെയും മീൻ ചെയ്തുകൊണ്ടാണ് പറയുന്നത് ഒരു ജില്ലയിൽ ഒരു കൺട്രോൾ റൂം വേണം, സംസ്ഥാനത്തിൽ ഒരു കൺട്രോൾ റൂം വേണം എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. നിങ്ങളുടെ ഫോണിൽ നിന്നും ഒരു എമർജൻസി കോൾ പോവുകയാണെങ്കിൽ ആ കോൾ നേരെ പോകുന്നത് കേരള പോലീസിൻ്റെ കൺട്രോൾ റൂമിലേക്കാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരള പോലീസിൻ്റെ ഭാഗമാണ് നിങ്ങളിപ്പോൾ ആകാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് കൺട്രോൾ റൂം എന്ന് പറയുന്നത് 37-ലാണ്. ഓക്കെയാണേ. അടുത്ത് നോക്കുക. അടുത്ത് നമ്മൾ 37B പറയാണ്: ഓരോ ജില്ലയിലും പോലീസ് സ്റ്റേഷനിലും അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്തൊരു പോലീസ് ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തേണ്ടതാണ് എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഒരു സെക്ഷനും കൂടിയാണ് ഇതിനകത്ത് വരുന്നത്. അതായത് അങ്ങനെ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്ത വ്യക്തികളുടെ പേരും വിലാസവും അവരുടെ മേൽ ചുമത്തപ്പെട്ടിട്ടുള്ള കുറ്റങ്ങളുടെ സ്വഭാവം എന്നിവ സംബന്ധിച്ച് വിശദാംശങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിലും ജില്ലാ ആസ്ഥാനത്തും സമർപ്പിക്കേണ്ടതാണ് എന്നും പറയുന്നുണ്ട്. ഒന്നാമത്തത്, ഓരോ ജില്ലയിലും എന്ത് ചെയ്യുക, പോലീസ് കൺട്രോൾ റൂം എന്ത് ചെയ്യണം, സ്ഥാപിക്കണം. അത് ഒന്നാമത്തത്. രണ്ടാമത്തത് B ആയിട്ട് നമ്മൾ, ഇത് A ആണ്, ഇത് B ആയിട്ട് പറയുന്ന കാര്യം ഇതാണ്, ശ്രദ്ധിക്കുക. ഒരാൾ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്തത് ചിലപ്പോൾ മാലമോഷണമായിരിക്കും. മാലമോഷണത്തിന് അറസ്റ്റ് ചെയ്തെങ്കിൽ അറസ്റ്റ് ചെയ്ത ആളിൻ്റെ പേര്, ഡീറ്റെയിൽസ്, ഏത് കുറ്റം ചെയ്തു, അദ്ദേഹത്തിന് ഏത് കോടതിയിൽ ഹാജരാക്കി, ജാമ്യത്തിലാണോ അല്ലയോ അല്ലെങ്കിൽ ജയിലിലാണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് രജിസ്റ്ററിലാക്കി എന്ത് ചെയ്യണം, സൂക്ഷിക്കണം. ഡിജിറ്റലായിട്ടും സൂക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെയാണ് സെക്ഷൻ 37 നമ്മൾ Aയും B ആയിട്ട് പഠിക്കുന്നത്. സെക്ഷൻ 38 പഠിക്കുകയാണ്. നോക്കുക, എന്താണ് BNSSലെ സെക്ഷൻ 38 നോക്കുക. ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് താൻ തിരഞ്ഞെടുക്കുന്ന അഭിഭാഷകനെ കാണുവാൻ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ അവകാശത്തിനെ കുറിച്ചാണ്. ഒന്നുകൂടെ പറയാണ്: താൻ തിരഞ്ഞെടുക്കുന്ന അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് താൻ തിരഞ്ഞെടുക്കുന്ന അഭിഭാഷകനെ കാണാനുള്ള അവകാശമാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു കുറ്റം ആരോപിക്കപ്പെടുന്നയാൾ അല്ലെങ്കിൽ ആ കുറ്റം ചെയ്തു എന്ന് നമ്മൾ ഒരാളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആരോപിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. ഈ വ്യക്തിക്ക് ഒരു വക്കീലിനെ കാണാനുള്ള അവകാശം BNSS കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. ആ BNSSന്റെ സെക്ഷനാണ് എത്ര? സെക്ഷൻ 38. മറക്കരുത്, 38. അപ്പം നിങ്ങൾ ഇനി 38 എങ്ങനെ ഓർമ്മിക്കുക? വക്കീല് എന്ന് ഓർമ്മിക്കുക. എങ്ങനെ ഓർമ്മിക്കുക? 38 വക്കീൽ, ഇങ്ങനെ കൂടെ പറഞ്ഞ് 38 വക്കീല്. അപ്പോൾ ഇവിടെ എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ, കണ്ടന്റ് പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുന്ന സമയത്ത് ചോദ്യം ചെയ്യലുടനീളം അല്ലെങ്കിലും താൻ തിരഞ്ഞെടുക്കുന്ന ഒരു അഭിഭാഷകനെ കാണാൻ അയാൾക്ക്
അവകാശം ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ ഒരാളിനെ പോലീസ് അറസ്റ്റ് ചെയ്തു, കസ്റ്റഡിയിലെടുത്തു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അഭിഭാഷകനെ കാണാനുള്ളത് ആ വ്യക്തിയുടെ ഏറ്റവും ബേസിക് റൈറ്റായിട്ട് കണ്ടുകൊണ്ട് സെക്ഷൻ 38 എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? അത് അതായത് വക്കീലിനെ കാണാൻ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ അവകാശത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് ഏത്? സെക്ഷൻ 38. സെക്ഷൻ 39 ശ്രദ്ധിക്കുക. പേരും വാസസ്ഥലവും പറഞ്ഞു കൊടുക്കാൻ വിസമ്മതിച്ചാലുള്ള അറസ്റ്റ്. പേരും വാസസ്ഥലവും പറഞ്ഞു കൊടുക്കാൻ വിസമ്മതിച്ചാലുള്ള അറസ്റ്റ്. മനസ്സിലായല്ലോ അല്ലേ? അതായത് പേര്, നിങ്ങളുടെ പേര്, വാസസ്ഥലം എന്ന് പറഞ്ഞാൽ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കാൻ വിസമ്മതിച്ചാലുള്ള അറസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. നോക്കുക, സെക്ഷൻ 39 1 എന്താണ് എന്നാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. കേട്ടോണേ. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ ഒരു നോൺ കോഗ്നിസബിൾ കുറ്റം ചെയ്യുകയോ ചെയ്തതായി കുറ്റാരോപണം ചെയ്യപ്പെട്ട ഒരാൾ തൻ്റെ പേരും വാസസ്ഥലവും പറഞ്ഞു കൊടുക്കാൻ വിസമ്മതിച്ചാലോ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥനെ കളവാണെന്ന് വിശ്വസിക്കാൻ കാരണമുള്ള പേരോ വാസസ്ഥലമോ പറഞ്ഞു കൊടുക്കുകയോ ചെയ്താൽ അയാളെ എന്ത് ചെയ്യാം? ഉദ്യോഗസ്ഥന് അറസ്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഇത് മൊത്തം കണ്ടന്റ് കേട്ടാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്, ഒരു കുറ്റം ചെയ്ത ഒരാൾ, ആ ആളിനോട് ഒരു പോലീസുകാരൻ വന്ന് നിന്റെ പേരെന്താണ്, നീ എവിടെയുള്ള ആളാണ്, നീ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, നീ എവിടെയുള്ള ആൾ, നിന്റെ അഡ്രസ്സ് എന്താണെന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ മറുപടി ഒരാൾ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അത് ബാധ്യസ്ഥനാണ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി നോക്കുക. ഒരു ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ ഒരു നോൺ കോഗ്നിസബിൾ കുറ്റം ചെയ്തു എന്നോ ഇനി ചെയ്തതായി ആരോപിക്കപ്പെടുകയോ ചെയ്ത് കഴിഞ്ഞാലുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. കുറ്റം ചെയ്തു എന്ന് പറഞ്ഞാൽ നോൺ കോഗ്നിസബിൾ കുറ്റമാണെങ്കിൽ നമ്മൾ ഒരാളിനോട് ചെന്ന്, ഒരു പോലീസുകാരൻ, നിങ്ങളെന്ന ഒരു പോലീസുകാരൻ ഒരാളിനോട് ചെന്ന് ചോദിച്ചാൽ പേരും അഡ്രസ്സും പറഞ്ഞു കൊടുക്കാതിരിക്കുകയോ അല്ല എങ്കിൽ അത് പറഞ്ഞു കൊടുക്കുന്നത് തെറ്റാണെന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥന് തോന്നിക്കഴിഞ്ഞാൽ അതാരാണെന്നറിയാൻ ആ ആളിന് ആ വ്യക്തിയെ എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്യാവുന്നതാണ് എന്നാണ് എന്ത് ചെയ്തത് ഇവിടെ പറഞ്ഞത്. അതായത് പേരും വാസസ്ഥലവും നിങ്ങൾ എന്ത് ചെയ്തു? പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാം. അതാരാണെന്നറിയാൻ വേണ്ടിയിട്ട്. പറഞ്ഞു കൊടുത്തത് തെറ്റാണെന്ന് നിങ്ങൾക്ക് ആദ്യം തന്നെ മനസ്സിലായി കഴിഞ്ഞാൽ അത് ആരാണെന്നറിയാൻ എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്യാം. ഇതാണ് ഒന്നാമത്തെ സബ്സെക്ഷനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അടുത്തത് 39 ക്ലോസ് 2 കേട്ടോളനെ. എന്താണെന്ന് നോക്കുക. മുകളിൽ പറഞ്ഞതുപോലെ കുറ്റാരോപിതനായ ഒരു വ്യക്തി തൻ്റെ പേരും വാസസ്ഥലവും വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ആവശ്യപ്പെടുമ്പോൾ ഒരു മജിസ്ട്രേറ്റിന്റെ മുമ്പാകെ ഹാജരാകുന്നതിലേക്കായി ഒരു ബോണ്ടിലോ ജാമ്യത്തിലോ ആ വ്യക്തിയെ മോചിപ്പിക്കാം എന്ന് വ്യവസ്ഥ ചെയ്യുന്നു എന്നും, അതേപോലെ തന്നെ അങ്ങനെയുള്ള ഒരാൾ ഇന്ത്യയിലെ താമസക്കാരനല്ലെങ്കിൽ ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു ജാമ്യക്കാരനോ ആൾ ജാമ്യക്കാരനോ വഴി ജാമ്യം ഉറപ്പാക്കാവുന്നതാണ് എന്നുമാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരാളിനെ ചെന്ന് എന്ത് ചെയ്തു? നോൺ കോഗ്നിസബിൾ കുറ്റം ചെയ്ത ഒരാളിനെ നിങ്ങൾ പേരും വാസസ്ഥലവും ചോദിച്ചപ്പോൾ പുള്ളി നിങ്ങളോട് പറഞ്ഞു തന്നില്ല. അതാരാണെന്ന് അറിയാനല്ലേ നിങ്ങളിപ്പോൾ അറസ്റ്റ് ചെയ്തത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ആളിനെ കൊണ്ടുപോയി ചോദ്യം ചെയ്യുമ്പോൾ ആരാണ്, എവിടെയുള്ള ആളാണ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾക്ക് ഉപാധികൾക്ക് വിധേയമായിട്ട് എന്ത് ചെയ്യാം? വിടാം. അതായത് ജാമ്യത്തിലോ ബോണ്ടിനോ മേലോ എന്ത് ചെയ്യാം? മജിസ്ട്രേറ്റിനെ കാണാൻ ഇനി വിളിച്ചാൽ എപ്പോഴും വേണമെങ്കിലും വരണം എന്ന് പറഞ്ഞ് ഈ ആളിനെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈ ആളിനെ എന്ത് ചെയ്യാം? ജാമ്യത്തിൽ വിടാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാളാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ബാധ്യസ്ഥനാണ്. എന്നാൽ നിങ്ങൾ ഓർമ്മിക്കുക, ഇവിടെ പറയുന്നത് എന്താണ്? ഇന്ത്യയിലെ താമസക്കാരനല്ലെങ്കിലുള്ള കാര്യം പറയുന്നത്, ഇന്ത്യയിലുള്ള ഒരാളിൻ്റെ ജാമ്യം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ആളിനെ എന്ത് ചെയ്യാം? നമുക്ക് ഈ ആളിനെ ജാമ്യത്തിലോ ബോണ്ടിലോ വിടാൻ സാധിക്കുമെന്ന് കൂടി പറയുന്നുണ്ട്. തീർന്നിട്ടില്ല. 39 ക്ലോസ് 2 മാത്രമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത്. 1 എന്താണെന്നറിയാം, 2 അറിയാം. അടുത്ത 3ലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അടുത്ത് നോക്കുക, 39 ക്ലോസ് 3 എന്ത് എന്നാണിതാ ഇവിടെ പറയുന്നത്. നോക്കിക്കോളണം. 39 ക്ലോസ് 3 കേട്ടോ. മുകളിൽ പറഞ്ഞതുപോലെ കുറ്റം ചെയ്തതോ കുറ്റാരോപിതനായ ഒരു വ്യക്തി ആ ആളിൻ്റെ പേരും വാസസ്ഥലവും അത് നോക്ക് അറസ്റ്റിൻ്റെ സമയം മുതൽ 24 മണിക്കൂറിനുള്ളിൽ, റിപ്പീറ്റ് ചെയ്യാണ്, 24 മണിക്കൂറിനുള്ളിൽ അറിയാതിരിക്കുകയോ ബോണ്ടോ ജാമ്യാപേക്ഷയോ നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെടുകയോ
ജാമ്യക്കാരൻ നൽകുന്നതിൽ പരാജയപ്പെടുകയോ ചെയ്താൽ ആ വ്യക്തിയെ ഉടനടി ഏറ്റവും അടുത്തുള്ള മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് എത്തിക്കേണ്ടതാണ്. കണ്ടന്റ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരാളിനെ അറസ്റ്റ് ചെയ്യുന്നു, എന്താ പേരും അഡ്രസ്സും എന്ത് ചെയ്തു നമുക്കറിവില്ല, അല്ലെങ്കിൽ പറഞ്ഞത് തെറ്റാണ്. നിങ്ങൾ രണ്ടാമത്തെ എന്താ പറഞ്ഞത്, ഇയാൾ ആരാണെന്നറിഞ്ഞാൽ നിങ്ങൾക്ക് ഇയാളെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഇനി ഹാജരാകുന്നതിന് വേണ്ടി ഇയാളിനെ എന്ത് ചെയ്യുക, ജാമ്യത്തിലോ ബോണ്ടിലോ പറഞ്ഞു വിടാം. മൂന്നാമത്തെ എന്താണെന്ന് മനസ്സിലായോ, ഈ വ്യക്തിയെ 24 മണിക്കൂറായിട്ടും ഈ ആളിൻ്റെ പേരോ വാസസ്ഥലമോ നമുക്ക് അറിയാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ജാമ്യക്കാരെയോ ബോണ്ടോ നമുക്ക് ഇയാൾ കൊണ്ട് തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇയാളെ ഏറ്റവും അടുത്തുള്ള മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം എന്നാണ് BNSS സെക്ഷൻ 39 എന്ത് ചെയ്യുന്നത് പറയുന്നത്. മക്കളെ 1, 2, 3 വ്യക്തമായ ധാരണ വേണം, പേരും വാസസ്ഥലവും. നിങ്ങൾ കേൾക്കുക, ഇനി നമ്മൾ BNSSൽ പഠിക്കാൻ പോകുന്ന പല സെക്ഷനുകളിലും തുടർച്ചയായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ഒരു സെക്ഷനും കൂടെയാണ് 39. കാരണം മിക്കവാറും ഉള്ള സ്ഥലങ്ങളിൽ അറസ്റ്റ് നടക്കുമ്പോൾ ആ സ്ഥലങ്ങളിൽ ചിലപ്പോൾ പ്രതി ആരാണെന്നോ ആളിൻ്റെ പേരോ അഡ്രസ്സോ ഒന്നും നമുക്ക് അറിയാൻ സാധിക്കാതെ വരും. അങ്ങനെയുള്ള പ്രൊസീജിയറിൽ നടപടിക്രമങ്ങളിൽ എന്ത് പാലിക്കണമെന്നുൾപ്പെടെ എന്ത് ചെയ്യും ഇതിനകത്ത് നമ്മൾ പ്രതിപാദിക്കുന്നത് സെക്ഷൻ 39ലാണ്. അതുകൊണ്ട് ഇവിടെ എന്നല്ല, കുറേ സ്ഥലങ്ങളിൽ നമുക്ക് 39 ആവശ്യമാണ് എന്ന് അറിയിക്കുക. അടുത്തത് സെക്ഷൻ 40 ആണ്. ശ്രദ്ധിക്കുക, 40 സ്വകാര്യ വ്യക്തിയാലുള്ള അറസ്റ്റും അങ്ങനെ ചെയ്താലുള്ള നടപടിക്രമവുമാണ്. അതായത് സ്വകാര്യ വ്യക്തി എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു, ഓരോ വ്യക്തികളും ഇവിടെ പോലീസുകാരല്ലാത്ത ഓരോ വ്യക്തികളും സ്വകാര്യ വ്യക്തികളാണ്. ഞാൻ, നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളുകൾ, ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും, നമ്മളെല്ലാം ഇൻഡിവിജ്വൽസ് ആണ്, നമ്മൾ സ്വകാര്യ വ്യക്തികളാണ്. ഈ സ്വകാര്യ വ്യക്തികൾക്ക് ചില അവസരങ്ങളിൽ ചില ആളുകളെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം BNSS കൊടുക്കുന്നുണ്ട്. അതെന്തിനാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആലോചിക്കുക, ചില അവസരങ്ങളിൽ ചില ആളുകളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ പിടികൂടി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയാണ്, അല്ലെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് എത്തിക്കുകയാണെന്ന് പറയുമ്പോൾ ഈ പ്രതി അല്ലെങ്കിൽ കുറ്റം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്നയാൾ പോലീസുകാരനല്ലാത്ത ഇയാൾ എന്തിനെൻ്റെ ദേഹത്ത് തൊട്ടു, എന്നെ എന്ത് ചെയ്തു അറസ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടിയാണ് സെക്ഷൻ നമ്പർ 40. അപ്പം മറക്കരുത്, സ്വകാര്യ വ്യക്തിക്ക് അറസ്റ്റ് ചെയ്യാമോ? ചെയ്യാം. ചെയ്താൽ അങ്ങനെ എന്ത് നടപടിക്രമമാണ് നമ്മൾ പാലിക്കേണ്ടത്? ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് വ്യക്തമായി പറയാനുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് കേൾക്കാമല്ലോ. നോക്കുക, 1 സെക്ഷൻ 40 ക്ലോസ് 1 ഓക്കെ ആണേ. കേട്ടോ, ജാമ്യം അനുവദിക്കേണ്ടതല്ലാത്തതും. നോക്ക്, ജാമ്യം അനുവദിക്കേണ്ടതല്ലാത്തതെന്ന് പറഞ്ഞാൽ ജാമ്യം കിട്ടുന്നതാണോ കിട്ടാത്തതാണോ? ജാമ്യം കിട്ടൂല. അപ്പൊ കുറ്റം എന്താ? വലിയ കുറ്റമാണ്, ജാമ്യം കിട്ടാത്ത കുറ്റമാണ്. അടുത്ത് നോക്കുക, കോഗ്നസബിളും ആയ ഒരു കുറ്റം ചെയ്താൽ, കോഗ്നസബിൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറ്റമാണ് ഏത്? കോഗ്നസബിൾ കുറ്റം. നിങ്ങൾക്ക് ഒരു കുറ്റം കണ്ടു, കോടതിയിൽ നിന്ന് വാറണ്ട് കൊണ്ട് കൊടുത്ത് ഇയാളിനെ അറസ്റ്റ് ചെയ്യണ്ട, നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, ആളിനെ അറസ്റ്റ് ചെയ്യാം. അപ്പൊ ജാമ്യം കിട്ടൂല, കോഗ്നസബിളും ആയിട്ടുള്ളൊരു കുറ്റം. നോക്ക്, തൻ്റെ സാന്നിധ്യത്തിൽ ചെയ്യുന്ന വ്യക്തിയെയോ കുറ്റവാളി എന്ന് മുദ്ര കുത്തപ്പെട്ട ഒരു വ്യക്തിയെയോ സ്വകാര്യ വ്യക്തിക്ക് അറസ്റ്റ് ചെയ്യാവുന്നതാണ്. നോക്കി, കണ്ടീഷൻ മനസ്സിലായോ? അപ്പോൾ കണ്ടീഷൻ എങ്ങനെയാണ്? ജാമ്യം അനുവദിക്കേണ്ടതല്ലാത്തതും കോഗ്നസബിളുമായ ഒരു കുറ്റം തൻ്റെ സാന്നിധ്യത്തിൽ ചെയ്യുന്ന വ്യക്തിയെയോ കുറ്റവാളി എന്ന് മുദ്ര കുത്തപ്പെട്ട ഒരാളിനെയോ ഒരു സ്വകാര്യ വ്യക്തിക്ക് എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്യാം. അതായത് ഒരാളിനെ കൊലപാതകം ചെയ്തു, നിങ്ങൾ കണ്ടതാണ്, നിങ്ങളുടെ മുമ്പ് കണ്ടതാണ്. ഈ ആളിനെ നിങ്ങൾ അപ്പോഴേ പിടിച്ചു മാറ്റി അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇയാൾ വീണ്ടും ആരെങ്കിലും കൊല്ലും, അല്ല എങ്കിൽ വേറെന്ത് ചെയ്യും? ഈ ആൾ ചിലപ്പോൾ ഈ പറയുന്ന ആൾ രക്ഷപ്പെടാനുള്ളൊരു ചാൻസ് അല്ലേ? അപ്പോൾ നിങ്ങൾ അവിടെ അടിയന്തരമായിട്ട് എന്ത് ചെയ്യുക? ഈ ആളിനെ പിടികൂടി അടുത്ത പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് എത്തിക്കണം. നിങ്ങളെ, അതായത് പിടിച്ചു കൊണ്ടുപോകുന്ന നിങ്ങളെ ഒരു കാരണവശാലും ഒരു കേസിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രതിയാക്കാൻ സാധിക്കില്ല എന്നുള്ളത് വ്യക്തമായിട്ട് എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത കാര്യം പറയേണ്ടത്, അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടയാളെ അനാവശ്യ കാലതാമസം കൂടാതെ നോക്ക് 6 മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കേണ്ടതാണ്. മക്കളൊരു കാര്യം എടുത്തു പറയാണ്, CRPCയിൽ, അതായത് BNSSന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന നിയമത്തിൽ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഉടനടി എത്തിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ സ്വകാര്യ വ്യക്തിക്ക് എന്താ, ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6 മണിക്കൂറിനുള്ളിൽ അനാവശ്യ കാലതാമസം ഉണ്ടാകാതെ എത്തിക്കണം. നിങ്ങൾ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് അറസ്റ്റ് നടത്തണമെന്ന് വിചാരിക്കുക. ഞാൻ ഉറപ്പ് പറയുന്നു, കേരളത്തിൽ ഏത് സ്ഥലത്തിനും നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും ശരി, നിങ്ങൾക്ക് മാക്സിമം
1 മണിക്കൂറിനകത്ത് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ പറ്റും. കാരണം അത്രയ്ക്കും അടുത്തുള്ള പോലീസ് സ്റ്റേഷനുകൾ നമുക്കുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാത്ത ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ചിലപ്പോൾ അവർക്ക് വള്ളത്തിൽ കൊണ്ടുപോകേണ്ടി വരും, ചിലപ്പോൾ ട്രെയിനിൽ കയറ്റി കൊണ്ടുപോകേണ്ടി വരും, ചിലപ്പോൾ മറ്റു മാർഗ്ഗങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അനാവശ്യ കാലതാമസം ഉണ്ടാക്കരുത്. അതേപോലെ തന്നെ എന്ത് ചെയ്യരുത്, 6 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യണം, നിങ്ങൾ അടിയന്തരമായിട്ട് ഇവരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കേണ്ടതാണ്. കഴിഞ്ഞിട്ടില്ല, ഇതിന് ബാക്കിയുണ്ട്. ആ ബാക്കിയാണ് കേൾക്കുന്നത്. സെക്ഷൻ 40 ക്ലോസ് 2 കേട്ടോളണേ. അപ്രകാരം ഒരു സ്വകാര്യ വ്യക്തിയാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി സെക്ഷൻ 35 ക്ലോസ് 1 35 ക്ലോസ് 1 എന്താണെന്ന് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എപ്പോഴാണ് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനകത്തുള്ള 1 മുതൽ 9 വരെയുള്ള സബ്സെക്ഷൻ അതിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് 1-ാമത്തെ ക്ലോസ് അനുസരിച്ചുള്ള കുറ്റമാണ് ചെയ്തതെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന് ഇയാളെ കസ്റ്റഡിയിൽ വെക്കാവുന്നതാണ്. അറസ്റ്റ് ചെയ്ത ആളിനെ എന്ത് ചെയ്യാം, കസ്റ്റഡിയിൽ വെക്കാവുന്നതാണ് എന്നാണ് ഇവിടെ 40 ക്ലോസ് 2 പറഞ്ഞത്. ഓക്കെ ആണേ. ഇനി അടുത്ത് 40 ക്ലോസ് നമുക്ക് 3 കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കേട്ടോളണം. ഒരു വ്യക്തി നോൺ കോഗ്നസബിൾ ഒരു കുറ്റം ചെയ്തിട്ടുള്ളതായി സംശയിക്കുകയും ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ആവശ്യപ്പെടുമ്പോൾ തൻ്റെ പേരും വാസസ്ഥലവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വിസമ്മതിക്കുകയോ അവ തെറ്റിച്ച് പറഞ്ഞു കൊടുക്കുകയോ ചെയ്താൽ അയാളെ BNSSലെ 39-ാം വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിട്ടേ ഉള്ളൂ 39 എന്താണ്. പേരും വാസസ്ഥലവും പറഞ്ഞു കൊടുക്കാൻ വിസമ്മതിച്ചാലുള്ള അറസ്റ്റാണ് സെക്ഷൻ എത്ര, 39. എന്നാൽ ആ വ്യക്തി ഏതെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുവാൻ മതിയായ കാരണമില്ലെങ്കിൽ അയാളെ ഉടൻ എന്ത് ചെയ്യണം, വിട്ടയക്കേണ്ടതാണ്. ചിലപ്പോൾ സ്വകാര്യ വ്യക്തികൾ ചിലപ്പോൾ പിടിച്ച് കെട്ടി കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ആൾ കുറ്റം ചെയ്തിട്ടില്ല എന്നെന്ന് പോലീസുകാരനായ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആളിനെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പുറത്ത് വിടേണ്ടതാണ് എന്നുകൂടി നമ്മൾ 40 എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട് കേട്ടോ.